നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ഒരു ഗവർണറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സൂപ്പറല്ലേ? നമുക്കൊന്ന് ചോദിക്കാം. ഗവർണർ സൂപ്പറാണ് ഇപ്പോഴത്തെ ഗവർണർ? സൂപ്പറാണ്. എന്തുകൊണ്ട്? നല്ലൊരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എഴുതി നോക്കും. പറയുന്ന കാര്യം പ്രവർത്തിക്കുന്ന ആളല്ലേ. നമ്മൾ ചെയ്വത് താൻ சொல்வது தான் செய்வேன். അതുതാണ് നമ്മുടെ ഗവർണർ. ഓക്കെ, അപ്പോൾ സൂപ്പർ തന്നെയാണ് പറയുന്നത്. സൂപ്പറാണ്. എന്ത് കാര്യം അങ്ങനെ ചെയ്യണം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്. നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം. നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ചെറുതെന്നോ വലുതെന്നോ ഇല്ല, എല്ലാവരും ഒരേപോലെ കാണുന്നൊരു മനുഷ്യനാണ്. എല്ലാ കാര്യത്തിലും സൂപ്പർ പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ തുറന്ന് പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. ട്രൈ അടിപൊളിയാണ്. പ്രശ്നമായിട്ടും തോന്നുന്നില്ല. അത് ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹം അടിപൊളി എന്ന് പറയാൻ കാര്യം? എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള ഒന്നും ഇതുവരെ ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പറയൂ, എന്തൊക്കെ കൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്? സൂപ്പർ അല്ല. എന്തുകൊണ്ട്? കാരണം ഒന്നും പറയുന്നില്ല. സൂപ്പർ അല്ലേ? ആണ്. ന്യായം അതിൻ്റെ കൂടെ നിൽക്കണത് അല്ലേ? ന്യായത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ്. ആര് ന്യായം കാണിച്ചാലും അവരുടെ കൂടെ ഞങ്ങൾ. നമ്മുടെ ഗവർണർ നല്ല ഗവർണറാണ്. സാധാരണ രീതിയിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കുള്ള അറിവുകൾ ഇതേപോലെ ഉള്ള സാഹചര്യങ്ങളിൽ പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇതേപോലെ വരില്ല. അതൊരു നല്ല കാഴ്ചപ്പാടാണ്. പക്ഷെ നമുക്ക് രാഷ്ട്രീയപരമായ നമ്മുടെ കാഴ്ചപ്പാട് ഒരല്പം ശരിയാണ്. ഗ്രാഫ് കുറഞ്ഞു പോയി. അങ്ങനെ ആയിരുന്നില്ല ഇവർ അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അതിൽ പറ്റിയൊരു ചെറിയ തെറ്റാണ്. ഗവർണർക്കും കുഴപ്പമില്ല, നമ്മുടെ സർക്കാരിനും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് കൈകാര്യം ചെയ്ത രീതി തെറ്റാണ്. അത്രയോ എനിക്ക് പറയാനുള്ളൂ. ഗവർണറും നല്ലതാണ്. ഇപ്പോൾ മന്ത്രിസഭയെക്കുറിച്ച് ഇപ്പോൾ ഇത്തിരി ക്ഷീണകാലമാണ്, അതൊഴികെ ബാക്കിയെല്ലാം കറക്റ്റാണ്. ഗവർണർ സൂപ്പറാണോ? സൂപ്പറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തിരിക്കണം. നീട്ടി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. നല്ലത് തന്നെ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ അയാൾ തുറന്നു പറയണം. വേണ്ടാത്ത ഇതൊക്കെ അയാൾ ഒപ്പിടൂല. നല്ല കാര്യം തന്നെയാണ്. നല്ല ആളല്ലേ, പിന്നെ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയാൻ കാര്യം? പിണറായിട്ടിൽ എപ്പോഴുള്ള അടിയുണ്ട്. ആ അടി ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ അടി അത്ര ഇഷ്ടപ്പെടാൻ കാര്യം? സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡ് ഇവർ തമ്മിലുള്ള ഇത് അത് തന്നെ കാര്യം. വയസ്സായ രണ്ട് ആൾക്കാർ തമ്മിലുള്ള അടി അത് തന്നെ, അത് കാണും ആൾക്കാർ. അതിന് പുറമെ ആരിഫ് മുഹമ്മദ് ഖാനിൽ ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ്? വേറെ എന്ത് കാര്യമാണ് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം? വേറെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഇത് കാണാൻ തന്നെ വയറ് അറിയുമല്ല, പിന്നെ എന്തിനാ കൂടുതൽ കാണുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.